നമസ്കാരം. അപ്പൊ നമ്മുടെ ജിൻഡയുടെ, നമ്മുടെ മല്ലയ്യന്റെ, നമ്മുടെ ജിൻഡപ്പന്റെ PR6 എന്നുള്ള കാര്യം വെളിപ്പെട്ടിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരാൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ജിൻഡയുടെ PR6 ചോദിച്ചത് അത് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ രജിത് കുമാറാണ്. DRK എന്ന 2-ലെ രാജാവായ രജിത് കുമാർ അല്ലേ. അപ്പൊ രജിത് കുമാർ സാർ പറഞ്ഞിട്ടുമുണ്ട് എന്റെ ശിക്ഷനാണ് എന്നുള്ള കേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജിൻഡയുടെ പിന്നീട് PR, ജിൻഡ അവിടെ നിന്നൊക്കെ എല്ലാം പഠിച്ചിട്ടാണ് വന്നത്. ആ പഠിത്തമല്ല, അല്ലെ പഠിപ്പിച്ചു വിട്ടത് മറ്റാരുമല്ല, അത് DRK ആണെന്നാണ് ആര് പറയുന്നത്, മറ്റാരും ഇത് പറയുന്നത് അഭിഷേക് K ആണ് പറയുന്നത്. അഭിഷേക് K പറയുന്നു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിന്റെ അടുത്താണ് പറയുന്നത്. അതായത് ജാസ്മിൻ ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു, അവൻ ഓരോരുത്തരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു. അതിന്റെ ഇടയിൽ ജിൻഡയുടെ കേസ് വന്നപ്പോ ഈ പറയുന്ന അഭിഷേക് K പറഞ്ഞു ജിൻഡ ഒരിക്കലും പുറത്താവില്ല, ജിൻഡ ഉറപ്പായിട്ടും 100 ദിവസം അവിടെ നിൽക്കും എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ജാസ്മിൻ അത്ര പിടിക്കുന്നില്ല. ജാസ്മിക്ക് അതെന്ത്, അപ്പം ജിൻഡോ ആ രീതിയിലുള്ള അങ്ങേർക്ക് അറിയാം ഇവിടെ എങ്ങനെ നിൽക്കണമെന്ന്, ജിൻഡോയ്ക്ക് അറിയാമെന്ന് അഭിഷേക് K പറയുന്നു. എന്ന് ജിൻഡോ പറയുന്നത് അതുമല്ല, നല്ല രീതിയിൽ പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ പഠിച്ചു വിട്ടിട്ടാണ് ഇവിടെ വന്നത്. അപ്പോ ജാസ്മിൻ ചോദിക്കാൻ ആരാണ് പഠിപ്പിച്ച് വിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അത് പുറത്തുള്ള ഒരാള്, മുൻകാല ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നു. അത് നമ്മൾ അഭിഷേക് K പറയുന്നു. അപ്പൊ ജാസ്മിൻ ആരാണ് ആ മുൻകാല കണ്ടസ്റ്റന്റ്? അപ്പൊ ഇവൻ പറയും അതെനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല എന്ന് ഈ അഭിഷേക് K പറയുന്നുണ്ട്. അപ്പൊ ഇവളിങ്ങനെ എന്നാലും പറ എന്ന് പറയുമ്പോ ഒരു കുമാരൻ എന്നിങ്ങനെ പറയും. ഒരു കുമാരൻ എന്നിങ്ങനെ അത് മറ്റാരെ ഉദ്ദേശിച്ചല്ല, അത് ഡോക്ടർ രജിത് കുമാറിനെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അപ്പൊ അവൾക്ക് അത് കുറച്ചേരം ആലോചിച്ചിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ നമുക്കറിയാം രജിത് കുമാറും ഈ പറയുന്ന ജിൻഡോ ആയിട്ട് ചെറിയൊരു പിന്നീട് പുരുഷ ശിക്ഷ ബന്ധം ഉണ്ടെന്നൊക്കെ രജിത് സാർ പറഞ്ഞില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ രജിത് സാറിനെ വിളിച്ചിട്ടുണ്ടാവാം, സംസാരിച്ചിട്ടുണ്ടാവാം, അവരിൽ നിന്നൊക്കെ കുറച്ച് ഈ പറഞ്ഞ കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. രജിത് സാർ പണ്ട് കാണിച്ച ചില കാര്യങ്ങളൊക്കെ ജിൻഡ ഇവിടെ കാണിക്കുന്നുണ്ട്. ശരിയായിരിക്കും, അങ്ങനെയാണ് ഇത്. ആരും അറിഞ്ഞു കാണും. ഈ പറയുന്ന അഭിഷേക് വൈൽഡ് കാർഡായിട്ട് വന്നില്ലേ, അപ്പോ വൈൽഡ് കാർഡായിട്ട് വരുന്നതിന് മുമ്പ് ഈ പുറത്ത് കിടന്നാൽ രജിത് സാർ എന്റെ ഫിക്ഷൻ ആണെന്നൊക്കെ പറയുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ജാസ്മിനോട് ഈ പറയുന്ന സംഭവം പറയുന്നത്. 100 ദിവസം അവിടെ നിൽക്കുന്നു. അത് കണ്ട് ഹൃദയം തകർന്നിരിക്കുന്ന ജാസ്മിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.